വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിൽ പിടിയിലായ പ്രതികളിൽ 4 പേർ BJP പ്രവർത്തകരെന്ന് പോലീസ്. അനു, പ്രസാദ്, മുരളി, ബിബിൻ എന്നിവർ BJP പ്രവർത്തകരാണെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ഇവരെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ SDPI പ്രവർത്തകൻ സുബൈർ വധക്കേസിലെ പ്രതി ജനീഷ് കോടതിയിലെത്തിയിരുന്നു. കേസിലെ 4ാം പ്രതി ആനന്ദൻ CITU പ്രവർത്തകനാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സാജിദ് അജ്മലുണ്ട് വിവരങ്ങൾ നൽകാനായി. സാജിദ് അജ്മൽ, എന്താണ് വിശദാംശം? അജി, വാളയാറിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ രാംനാരായണനെ കൊലപ്പെടുത്തിയ കേസിൽ ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം വെച്ചുള്ളൊരു അന്വേഷണമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അനു, പ്രസാദ്, മുരളി, ബിബിൻ എന്നിവർ BJP പ്രവർത്തകരാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യുന്നു. ഇവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ കോടതിയിൽ ഈ SDPI പ്രവർത്തകൻ സുബൈർ വധക്കേസിലെ പ്രതിയായ ജിനീഷ് ഇവരെ സന്ദർശിക്കുകയും ചെയ്തു. RSSുമായും BJPയുമായും വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന പ്രതികളാണ് ഇവർ എല്ലാവരും. അതോടൊപ്പം തന്നെ ഈ സുബൈർ കേസിലെ പ്രതി ജിനീഷ് കോടതിയിൽ എത്തിയതിന്റെ ഫോട്ടോയും ഈ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കേസിൽ 4ാം പ്രതിയായ ആനന്ദൻ CITU പ്രവർത്തകനാണെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട്. ഇന്ന് മാധ്യമങ്ങളെ കണ്ട ജില്ലാ പോലീസ് മേധാവിയുടെ രാഷ്ട്രീയ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ആ സ്പെഷ്യൽ ബ്രാഞ്ച് ഈ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ മർദ്ദിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സ്ത്രീകളെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികകൾ ചേർക്കുകയോ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടോ? നിലവിൽ 5 പേർ മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇനിയും 10 ആളുകളെ പിടികൂടാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ സ്ത്രീകളും ഈ മർദ്ദിച്ചതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിൽ മിക്ക ആളുകളും ഒളിവിൽ പോയ ഒരു സാഹചര്യത്തിൽ ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.